വടക്കൻ ഇസ്രായേലിലെ കിബറ്റ്സ് ഹനിദ എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഹനിദ ലെൻസസ് എന്ന കമ്പനിയെ ചൊല്ലി ഒരു നിയമ പോരാട്ടം നടക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ 80% ഓഹരികളും ചൈനീസ് നിയന്ത്രണത്തിലുള്ള ബാലെ വിഷൻ എന്ന മൂലധന നിക്ഷേപ സ്ഥാപനത്തിൻ്റെ കൈവശമാണ്. ബാക്കിയുള്ള ഓഹരികൾ കൂടി വാങ്ങി കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന് ബാലെ വിഷൻ നേരത്തെ കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ അവരിപ്പോൾ ഈ കരാറിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. കരാറിൽ നിന്ന് പിന്മാറുന്നതിനായി ബാലെ വിഷൻ പറഞ്ഞ കാരണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിൻ്റെ തീവ്രത വെളിവാക്കിയത്. ചൈനീസ് സർക്കാർ ഇസ്രയേലിനെ ഇപ്പോൾ റെഡ് കാറ്റഗറി അഥവാ അതീവ അപകട സാധ്യതയുള്ള മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ചൈനീസ് സർക്കാർ ഔദ്യോഗികമായി നിരോധിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് അനുമതിയില്ലാതെ ഒരു ചൈനീസ് കമ്പനിക്കും ഇനി ഇസ്രായേലിൽ നിക്ഷേപം നടത്താൻ കഴിയില്ല. ഹനിദ ലെൻസസിൻ്റെ കാര്യത്തിൽ തങ്ങൾ കരാർ ലംഘിച്ചതല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ നിയമം പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് ബാലെ വിഷൻ കോടതിയെ അറിയിച്ചത്. ചൈനീസ് കമ്പനിയുടെ ഈ നിലപാട് കേവലം സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ളതല്ല എന്നാണ് വിലയിരുത്തൽ. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് തായ്വാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. തായ്വാന് ഇസ്രയേൽ സൈനിക സാങ്കേതിക വിദ്യ നൽകുന്നതിനെ ചൈന ശക്തമായി എതിർത്തിരുന്നു. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് സാമ്പത്തികമായി പണി കൊടുക്കുക എന്ന തന്ത്രമാണ് ചൈന ഇവിടെ പയറ്റുന്നത്. മാത്രമല്ല, ഗസ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ലോകമെമ്പാടും ഉയരുന്ന പ്രതിഷേധങ്ങളെ ഒരു നയതന്ത്ര ആയുധമാക്കാനും ചൈന ഇതിലൂടെ ശ്രമിക്കുന്നു. അധിനിവേശ പ്രദേശങ്ങളിലെ ബിസിനസ് ഒഴിവാക്കുന്നതിലൂടെ ഒരു ധാർമ്മിക ശക്തിയായി ലോകത്തിന് മുന്നിൽ നിലകൊള്ളാനും ഈ നീക്കത്തിലൂടെ ചൈനയ്ക്ക് സാധിക്കും. ഗസ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ ചൈനീസ് സർക്കാർ ഔദ്യോഗികമായി അതീവ അപകട സാധ്യതയുള്ള മേഖലയായി പ്രഖ്യാപിച്ചത് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്.